PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു വീക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട PSC അപ്ഡേറ്റ് ആണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. കൃത്യമായിട്ട് നമ്മൾ എല്ലാ വീക്കിലും PSC അപ്ഡേറ്റുകൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു വീക്കിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് PSC സംബന്ധമായിട്ടുള്ള ഏതൊരു വിവരങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു ചാനൽ വഴി അറിയാൻ സാധിക്കും. PSC നോട്ടിഫിക്കേഷൻസ്, കൺഫർമേഷൻ ഡേറ്റുകൾ, എക്സാം ഡേറ്റുകൾ, കൃത്യമായിട്ട് ഏതൊരു വിവരങ്ങളും PSC സംബന്ധമായിട്ടുള്ള PSC അപ്ഡേറ്റിലൂടെ നമ്മൾ കൃത്യമായിട്ട് എത്തിക്കാറുണ്ട്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. കൃത്യമായിട്ടുള്ള PSC സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ക്ലാസ്സുകളും ഒക്കെ കൃത്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ആഴ്ചയിലെ PSC അപ്ഡേറ്റുകൾ ഏതൊക്കെയാണ് നമുക്ക് കൃത്യമായിട്ടൊന്ന് നോക്കാം. ഫസ്റ്റ്, 2025 ജൂൺ 9 ചേർന്ന കമ്മീഷൻ യോഗ തീരുമാനങ്ങൾ താഴെ പറയുന്ന തസ്തികകളിലേക്ക് അഭിമുഖം നടത്തും. ഒന്ന് കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മാത്തമാറ്റിക്സ്, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫിസിയോളജി, കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്, അതുപോലെ കോട്ടയം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് എന്നിവിടങ്ങളിലേക്ക് അഭിമുഖവും താഴെ പറഞ്ഞ തസ്തികയിൽ ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കും. ഈ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്, അതുപോലെ തന്നെ പറയുന്ന കാറ്റഗറി നമ്പർ 609, 104, 107, 110, 111, 114, 115, 154, 155, 157, 158, 671, 226, 664, 667, 669, 680, 681, 799, 800 തുടങ്ങിയ കാറ്റഗറിയിലേക്കുള്ള ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കാൻ PSC യോഗം തീരുമാനിച്ചിട്ടുണ്ട്. വിവിധ ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്, അതിനകത്ത് കാറ്റഗറി നമ്പർ 181, 82, 84, 85, 229, 231, 274, 275, 706, അതുപോലെ 711 തുടങ്ങിയ കാറ്റഗറിയിലേക്കും എന്താണ് ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കും. വിവിധ ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2, കോട്ടയം ജില്ലയിൽ NC വകുപ്പിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2, മലപ്പുറം ജില്ലയിൽ എക്സൈസ് വകുപ്പിൽ വുമൺ സിവിൽ പോലീസ് ഓഫീസർ എന്നിവിടങ്ങളിലേക്കൊക്കെ ചുരുക്കപ്പട്ടിക ഉടനെ തന്നെ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ KS ഓഫീസർ ട്രെയിൻ തസ്തികയിൽ 3 സ്റ്റേറ്റുകളിൽ PSC 2014 നടത്തിയ പരീക്ഷ എഴുതുന്നവർക്ക് കൺഫർമേഷൻ നൽകിയ ആകെ രാവിലെയുള്ള സെക്ഷനിൽ 52.8% പേരും ഉച്ചയ്ക്കുള്ള സെക്ഷനിൽ 52.2% പേരും ഹാജരായിട്ടുണ്ട് പരീക്ഷ എഴുതാനായിട്ട്. പോലീസ് വകുപ്പിൽ വിവിധ കാറ്റഗറിയിലെ സബ് ഇൻസ്പെക്ടർ തസ്തികയുടെ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒന്ന് SA ട്രെയിനി ഓപ്പൺ മാർക്കറ്റ് കാറ്റഗറി നമ്പർ 572/2023, SA ട്രെയിനി മിനിസ്ട്രിയൽ 573/2023, SA ട്രെയിനി അതിനകത്ത് 574/2023, SA ട്രെയിനി ആംഡ് പോലീസ് ഓപ്പൺ മാർക്കറ്റ് 575/2023, SA ട്രെയിനി ആംഡ് പോലീസ് കോൺസ്റ്റബിളറി കാറ്റഗറി നമ്പർ 576/2023 ഉള്ള സബ് ഇൻസ്പെക്ടർ പോലീസിന്റെ റാങ്ക് പട്ടികയും ഉടൻ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വെബ്സൈറ്റിൽ ലഭ്യമാണ്. വിശദാംശങ്ങൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നോക്കാവുന്നതാണ് കേട്ടോ. ഇനി 54 തസ്തികയിൽ വിജ്ഞാപനം 17-ന്. വിവിധ വകുപ്പുകളിലേക്ക് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് 50 തസ്തികയിൽ PSC അടുത്ത ആഴ്ച വിജ്ഞാപനം പ്രസിദ്ധീകരിക്കും. ഹൗസിംഗ് ബോർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ, കയർ ജനറൽ മാനേജർ, കമ്പനി കോർപ്പറേഷൻ LD ടൈപ്പിസ്റ്റ്, പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ LD ടൈപ്പിസ്റ്റ്, വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്, HD വകുപ്പിൽ കമ്പ്യൂട്ടർ ഗ്രേഡ് 2, വിവിധ വകുപ്പുകളിലേക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പുകളിലേക്കുമുള്ള ഇലക്ട്രിസിറ്റി വർക്കർ, ജലഗതാഗത വകുപ്പിൽ കോൾക്ക് തുടങ്ങിയ തസ്തികയിലേക്ക് വിജ്ഞാപനം. ടെസ്റ്റ് തീയതി ജൂൺ 17, അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 16 വരെ ആയിരിക്കും കേട്ടോ. പൂർണ്ണ വിജ്ഞാപന അപേക്ഷ നൽകാനുള്ള സംബന്ധിച്ച വിശദവിവരണം അടുത്ത ലക്കത്തിൽ തൊഴിൽ വീതിയിൽ ഉണ്ടായിരിക്കും. കൂടാതെ നമ്മളും വീഡിയോ ചെയ്യുന്നതായിരിക്കും. കമ്പനി കോർപ്പറേഷൻ ബോർഡ് LGS 87 അസിസ്റ്റന്റ് 31 നിയമനം കൂടി. കമ്പനി കോർപ്പറേഷൻ ബോർഡ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റ് 31 പേർക്ക് കൂടി എന്താണ് നിയമനം ലഭിക്കും. വാട്ടർ അതോറിറ്റി, കാഷ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, കേസ് തുടങ്ങിയ ഇവിടങ്ങളാണ് അസിസ്റ്റന്റ് നിയമനം ഉടനെ ഉണ്ടാവുക. LGS 108 പേർക്കും ക്ലർക്ക് 46 പേർ കൂടി സാധ്യത ലിസ്റ്റിൽ ചേർത്തിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡർ 3 ചോദ്യം ഒഴിവാക്കി. സെക്രട്ടേറിയറ്റ്, ലോക്കൽ ഫണ്ട് ഓഡിറ്റർ തുടങ്ങിയ ഓഫീസ് അറ്റൻഡർ തസ്തികയിലേക്ക് മെയ് 20 നടത്തിയ ജൂലൈ പരീക്ഷയിൽ 3 ചോദ്യങ്ങൾ ഒഴിവാക്കി. ചോദ്യക്കോഡ് A പ്രകാരം 84374 ചോദ്യങ്ങളാണ് അന്തിമ ഉത്തര സൂചികയിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത്. ഇനി എക്സൈസ് ഓഫീസർ 6 ചോദ്യം ഒഴിവാക്കി. സിവിൽ എക്സൈസ് വനിതാ സിവിൽ ഓഫീസർ തസ്തികയിലേക്ക് മെയ് 17 നടത്തിയ പരീക്ഷയിൽ 6 ചോദ്യങ്ങൾ PSC ഒഴിവാക്കി. ചോദ്യക്കോഡ് A പ്രകാരം 11, 26, 39, 47, 60, 62 എന്നീ ചോദ്യങ്ങളാണ് ഒഴിവാക്കിയിരിക്കുന്നത്. 4-1 SI റാങ്ക് ലിസ്റ്റ്. പോലീസ് ഡ്രൈവർ റാങ്ക് ലിസ്റ്റിൽ 4-1. മുൻ ലിസ്റ്റിൽ നിന്നും 1035 നിയമന ശുപാർശ ലഭിച്ചുള്ളൂ. മുൻ ലിസ്റ്റിൽ 140 പേർക്ക് നിയമന ശുപാർശ ആടം പോലീസ് SI ലിസ്റ്റിൽ നിന്നും വെട്ടിക്കുറച്ചു. അപ്പൊ SI ലിസ്റ്റും അതുപോലെ തന്നെ പോലീസ് ഡ്രൈവർ റാങ്ക് ലിസ്റ്റും അതുപോലെ ആടം പോലീസ് SI ലിസ്റ്റും ഒക്കെ ഇത്തവണ വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. താഴെ പറഞ്ഞ തസ്തിക സാധ്യത പട്ടിക പ്രസിദ്ധീകരിക്കും. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്, ഓഡിറ്റ്, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ജൂനിയർ
പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് 2, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2, കേരള സ്മാൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലെ ലോവർ ഡിവിഷൻ അക്കൗണ്ട് എന്നിവിടങ്ങളിലേക്കുള്ള സാധ്യത ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ PSC യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അർഹത പട്ടിക കേരള ജനറൽ സർവീസ് ഡിവിഷണൽ അക്കൗണ്ടിലേക്കുള്ള തസ്തിക മാറ്റം മുഖേന വരെയുള്ള അർഹത പട്ടിക പ്രസിദ്ധീകരിക്കാനും PSC യോഗം തീരുമാനമെടുത്തിട്ടുണ്ട്. ഒന്നിലധികം പ്രൊഫൈൽ ഉള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ ഒരു പ്രൊഫൈൽ നിലനിർത്തി മറ്റു പ്രൊഫൈലുകൾ ഒഴിവാക്കാൻ അപേക്ഷിക്കുമ്പോൾ രണ്ട് പ്രൊഫൈലുടെയും യൂസർ ഐഡിയും ഒപ്പ് മേൽവിലാസം എന്നിവ കൃത്യമായി രേഖപ്പെടുത്തി തപാൽ മുഖേന അപേക്ഷിക്കേണ്ടതാണ്. പ്രൊഫൈലിൽ ഫോൺ നമ്പർ മറ്റേതിന്റെ നമ്പർ നഷ്ടപ്പെട്ട പുതിയ ഉൾപ്പെടുത്തിയിട്ട് ഒറിജിനൽ ഐഡിയും അടുത്തുള്ള PSC ഓഫീസിൽ നേരിട്ട് ഹാജരായി മാറ്റം വരുത്തേണ്ടതാണ്. യൂസർ ID പാസ്വേഡ് നഷ്ടപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഇമെയിൽ മുഖേന അപേക്ഷ സമർപ്പിക്കാതെ അസൽ പ്രമാണ സഹിതം നേരിട്ട് നടത്താനുള്ള PSC ഓഫീസിൽ ബന്ധപ്പെടേണ്ടതാണ്. ഇമെയിൽ മുഖേന സമർപ്പിക്കുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല. കൃത്യമായിട്ട് ഒന്നിൽ കൂടുതൽ പ്രൊഫൈലുകളുള്ളവര് ഒറ്റ പ്രൊഫൈലായിട്ട് ചെയ്യുന്നതിന് വേണ്ട നടപടിക്രമങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇനി അഭിമുഖം തീയതി മാറ്റാനുള്ള അപേക്ഷ ഇനി പ്രൊഫൈൽ വഴി മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അഭിമുഖം നിശ്ചയിച്ച തീയതിയിൽ PSC പരീക്ഷയിലോ സംസ്ഥാന ദേശീയ തലത്തിൽ മത്സര പരീക്ഷയിലോ യൂണിവേഴ്സിറ്റി പരീക്ഷയിലോ പങ്കെടുക്കേണ്ടി വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അഭിമുഖ തീയതി മാറ്റം ആവശ്യപ്പെട്ടുകൊണ്ട് സ്വന്തം പ്രൊഫൈൽ വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. 2025 ജനുവരി 1 മുതലാണ് ഈ സൗകര്യം നിലവിൽ വന്നത്. പ്രൊഫൈലിൽ പ്രവേശിച്ചാൽ റിക്വസ്റ്റ് എന്ന ടൈപ്പിൽ കാണുന്ന ഇന്റർവ്യൂ ഡേറ്റ് ചലഞ്ച് ക്ലിക്ക് ചെയ്താണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ആവശ്യമായ രേഖകൾ സഹിതം അഭിമുഖം തീയതിക്ക് മുൻപായി സമർപ്പിക്കുന്ന നിശ്ചയിച്ച ഇന്റർവ്യൂ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്താൻ പറ്റാവുന്നമായ അപേക്ഷകൾ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. തപാൽ, ഇമെയിൽ വഴി സമർപ്പിക്കുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നില്ല. അപ്പൊ അഭിമുഖ തീയതി നിങ്ങൾക്ക് അഭിമുഖം ഉണ്ടെങ്കിൽ അത് പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് മാറ്റാനായിട്ട് ആ ഡേറ്റ്, അത് പറയുന്ന ഡേറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് അപേക്ഷിക്കാനുള്ള ഒരു ചാൻസ് കൂടി 2020 ജനുവരി 1 മുതൽ ഉണ്ട് കേട്ടോ. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഉപയോഗപ്പെടുത്താനുള്ളവർ താല്പര്യമുള്ളവര് ഉപയോഗപ്പെടുത്തുക കേട്ടോ. ഇനി UID ഉൾപ്പെടുത്താൻ കൂടുതൽ സമയം വേണമെന്ന അധ്യാപക സംഘടന. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ തസ്തിക നിർണ്ണയിക്കുന്നതിനുള്ള കുട്ടികളുടെ കണക്കെടുപ്പ് ഇന്ന് അധ്യയന വർഷത്തെ 6ാം പ്രവൃത്തി ദിനമായ ആധാർ രേഖ വിദ്യാർത്ഥികളുടെ എണ്ണം മാത്രമേ തസ്തിക നിർണ്ണയത്തിന് പരിഗണിക്കുന്നു. മന്ത്രി ശിവൻകുട്ടി വ്യക്തമാക്കി. തുടർന്നുള്ള ദിവസങ്ങളിൽ UID ഉൾപ്പെട്ടുള്ള അതാത് തസ്തിക നിർണ്ണയം പരിഗണിക്കുന്നതല്ല. വകുപ്പ് നിലവിൽ അതേസമയം ആധാർ രേഖയിൽ പിഴവുകൾ ഉള്ളവർ അത് തിരുത്താൻ നൽകാൻ സമയം നൽകുമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ S ഷാഹനവാസ് അറിയിച്ചു. ഇല്ലെന്നുണ്ടായിരുന്നു. ആധാർ രേഖകൾ ഇല്ലാത്ത കുട്ടികൾക്ക് അത് ശരിയാക്കി വകുപ്പിന്റെ പോർട്ടൽ ഉൾപ്പെടുത്താൻ അധിക സമയം അനുവദിച്ചിരുന്നു. എന്നാൽ ഇത്തവണ 6ാം പ്രവൃത്തി ദിവസം തന്നെ ഇത് കർശനമാക്കി സർക്കുലർ ഇറക്കി. KBC തുടങ്ങിയ വിദ്യാഭ്യാസ സംഘടന ഇതിനെതിരെ രംഗത്തെത്തി. UID ഉൾപ്പെടുന്ന കൂടുതൽ സമയം വേണമെന്നും ഇതുവരെ ആധാർ രജിസ്ട്രേഷൻ നമ്പർ ആയിട്ടുള്ള UID സ്വീകരിക്കുമെന്നും അവർ ആവശ്യപ്പെടുന്നു. മാസങ്ങൾക്ക് മുൻപ് ആധാർ രജിസ്ട്രേഷൻ ചെയ്ത കുട്ടികൾക്ക് ഇതുവരെ UID ലഭിച്ചിട്ടില്ലെന്നും ഇതുമൂലം അർഹരായ തസ്തികകൾ പോലും നഷ്ടപ്പെടുന്നതും ചൂണ്ടിക്കാട്ടി. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വീക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട PSC അപ്ഡേറ്റുകൾ നോക്കി പോയിട്ടുണ്ട്. പിന്നെ ഇതിലുള്ള PSC അപ്ഡേറ്റുകൾ ആവശ്യമുള്ളവർ കൃത്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.